ഡിഗ്രിക്കും പി ജിക്കും 67% എന്നുള്ള ആ ഒരു ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ നമ്മളെ JRF പോലെ ഒരു നേട്ടത്തിലേക്ക് എത്തി? ശരിക്കും പറഞ്ഞാൽ എനിക്ക് JRF ക്വാളിഫൈ ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ആദ്യത്തെ തവണ ഞാനൊരു 6 മാസം കോച്ചിങ് കഴിഞ്ഞിട്ട് ഞാനൊരു എക്സാം എഴുതി. ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഞാൻ ആ എക്സാം എഴുതിയിട്ട് ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയി. എന്നെ കൊണ്ട് പറ്റുമോ ഈ എക്സാം, എന്നെ കൊണ്ട് പറ്റുമോ, ഇങ്ങനെ നമ്മളെ കൊണ്ടൊക്കെ ആവുന്നതാണോ, അങ്ങനെ ഒരു ഭയങ്കര ഡൗട്ടായിരുന്നു എനിക്കുണ്ടായത്. ഇത്തരത്തിലുള്ള എക്സാം എങ്ങനെ ക്വാളിഫൈ ചെയ്യുക? കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആ എക്സാമിലൊക്കെ നല്ല മാർക്ക് കുറവായിരുന്നു. അതിനുശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അടുത്ത 6 മാസം ഞാൻ കൃത്യമായി പ്ലാൻ ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അതായത് കൃത്യമായി കുറച്ച് ഫോക്കസ് ഏരിയകൾ ഉണ്ടാക്കി. ഞാൻ മെയിൻലി ആനിമൽ DBയും ജെനറ്റിക്സും മോളിക്കുലർ ബയോളജി അങ്ങനെ കുറച്ച് ഫോക്കസ് ഏരിയകൾ ഉണ്ടാക്കി. എന്നിട്ട് ആ ഫോക്കസ് ഏരിയകളിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് കൂടുതൽ റിവൈസ് ചെയ്ത് പഠിച്ചു, കൂടുതൽ ക്വസ്റ്റ്യനുകൾ ചെയ്ത് പഠിച്ചു. നമ്മൾ ആ പ്രോസസ്സിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ട്രസ്റ്റ് ദ പ്രോസസ്. ആക്ച്വലി അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അത് മെല്ലെ മെല്ലെ ആ പ്രോസസ്സിൽ വിശ്വസിക്കുക. നാളെ തന്നെ ഒരു റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് എനിക്ക് നല്ല മാർക്കൊക്കെ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടാവും. സംഭവം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, എഫേർട്ട് ഇടുന്നുണ്ടല്ലോ, എന്നിട്ടും മാർക്കില്ല. അപ്പം സങ്കടമൊക്കെ വരും. പക്ഷെ നമ്മൾ ആ പ്രോസസ്സിൽ വിശ്വസിക്കുക. എന്തായാലും നമ്മൾ ക്വാളിഫൈ ചെയ്യും ഒരു ദിവസം.